ഇവിടെ സ്റ്റഫോർഡ് കോമൺ ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് 2 ആഴ്ചയായിട്ട് ഒരു ഫൺ ഫെയർ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡെയിലി മോളെ ഡേ കെയറിൽ കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ അതിന് മുമ്പിൽ കൂടെ പോകുന്നത്. അപ്പോൾ എന്നും രാവിലെ അത് കാണുമ്പോഴെല്ലാം മോള് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ പോകാൻ. അങ്ങനെ ഞങ്ങൾ സൺഡേ, അത് അന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു ഫൺ ഫെയറിൻ്റെ, അന്ന് ഞങ്ങൾ സൺഡേ ആണ് പോയത്. 4 വയസ്സ് മുതലുള്ള കുട്ടികൾക്കുള്ള ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെയാണ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കിങ്ങിനിക്ക് എല്ലാ ഗെയിംസിലും കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവളുടെ സേഫ്റ്റി വിചാരിച്ചിട്ട് പിന്നെ തല കറങ്ങുമോ വൊമിറ്റ് ചെയ്യുമോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദി ഗെയിംസിലും അവളെ കയറ്റിയില്ലായിരുന്നില്ല. ഇങ്ങനെയുള്ള ടോയ് കാറ്, പിന്നെ എന്താ പറയുക സ്ലൈഡ്, അങ്ങനെയുള്ള സ്വിങ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഗെയിംസിൽ മാത്രമേ ഞങ്ങൾ അവളെ കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊരു കാർ റേസാണ്. ഇത് ചെറിയ കിഡ്സിന് നമുക്ക് അവരുടെ കൂടെ കയറിയിരിക്കാം അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട, പിള്ളേർക്ക് ഇതെല്ലാം ഇൻബോണായിട്ട് ഭയങ്കര എന്താ പറയുക കഴിവുണ്ടെന്ന് തോന്നും. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുമ്പോഴോ ഒക്കെ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഭയങ്കര സന്തോഷവും ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു സമ്പാദ്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ നേരത്തെ അവളെ കൊണ്ടുപോകേണ്ടതായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇത് നമ്മുടെ ബെഞ്ചി ടാംബോളിൻ ജമ്പിങ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ 2 വട്ടം ഈ ഒരു ഗെയിമിൽ തന്നെ വന്ന് കയറി. ഒരു വട്ടം ഈ ടാംബോളിൻ ജമ്പിങ്ങിന് കയറണമെങ്കിൽ 3 ടോക്കൺ, അതായത് 3 പൗണ്ട് ആണ് നമ്മൾ പേ ചെയ്തത്. എന്തായാലും അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, അതാണല്ലോ നമുക്ക് വേണ്ടത്. പിന്നെ ഇവിടെ ഒരു ക്യാൻഡി ഷോപ്പ് ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ ബോംബെ പൂട. ഞാനത് വാങ്ങിച്ചത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സൈക്കിളിൽ പണ്ട് മണി അടിച്ചിട്ട് ടിൻഡിന്ന് പറഞ്ഞ് മണിയൊക്കെ അടിച്ചിട്ട് കൊണ്ടുവരത്തില്ലായിരുന്നു, ആ ഒരു ഓർമ്മയാണ് എനിക്ക് വന്നത്. പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ അച്ഛനും മോളും കൂടി ഒരു കാർ റേസിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കയറിയില്ല, കാരണം എനിക്ക് ചെറിയൊരു ഇങ്ങനെ കറങ്ങുന്ന ഗെയിമിലൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് തലകറക്കൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെന്താ, നല്ലൊരു ദിവസമായിരുന്നു. അവൾ എൻജോയ് ചെയ്തു, അതാണ് ഏറ്റവും വലിയ കാര്യം.